തൃശൂർ ജില്ലയിലെ റോഡുകളിൽ രൂപപ്പെടുന്ന കുഴികൾ അടയ്ക്കുവാനുള്ള പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ശക്തമായ മഴയിലുണ്ടാകുന്ന നാശനഷ്ടങ്ങളും സമയബന്ധിതമായി പരിഹരിക്കാൻ നിർദ്ദേശം. തീരുമാനം റോഡ് നിർമ്മാണ പുരോഗതി സംബന്ധിച്ച അവലോകന യോഗത്തിൽ. പൈതൃക കോളേജ് പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിന്റെ വികസന പ്രവർത്തനങ്ങൾ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വിലയിരുത്തി. കോളേജിലെ PG ബ്ലോക്ക് നിർമ്മാണം പുരോഗമിക്കുന്നു. അടുത്ത ഘട്ട വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പരിശോധിക്കാമെന്നും മന്ത്രി. തൃശൂർ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ വില്ലേജ് ഓഫീസുകളിൽ ലാപ്ടോപ്പുകളുടെയും പ്രിന്ററുകളുടെയും വിതരണോദ്ഘാടനം നടത്തി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലാപ്ടോപ്പുകളും പ്രിന്ററുകളും വാങ്ങിയത് 2023-24 വർഷത്തെ പ്രത്യേക വികസന നിധിയിൽ നിന്നും 20 ലക്ഷം രൂപ വിനിയോഗിച്ചു. കേരള പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ ബഡ്ജറ്റിനെതിരെ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രതിഷേധ പ്രകടനം എറണാകുളം ജില്ലാ ട്രഷറർ VR അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പൊതുറാലിയും സംഘടിപ്പിച്ചു. തൃശൂർ ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉന്നതതല യോഗം ചേർന്നു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സൗരോർജ്ജ ഫെൻസിംഗ് പ്രവർത്തനക്ഷമമാക്കാൻ തീരുമാനമായി. 3 മാസത്തിനകം മൃഗങ്ങൾ കേടുവരുത്തിയ T-ആംഗിളുകളുടെ മെയിന്റനൻസ് ജോലികൾ പൂർത്തിയാക്കുവാനും തീരുമാനം. തൃശൂർ കൊടുമുള്ളിക്കാവ് വേട്ടേക്കര ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ഔഷധക്കഞ്ഞി വിതരണവും നടത്തി. ക്ഷേത്രം മേൽശാന്തി കീഴോത്ത് രമേശ് ഗണപതി ഹോമത്തിന് നേതൃത്വം നൽകി.